സെയിം മോഡലിൽ 2 കേക്ക്സാണ് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേട്ടോ. ആ 2 കേക്ക്സ് ഒരേ മോഡൽ ചെയ്യാണ്ട് കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടും 2 ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടോ, ഒരാൾ തന്നെയല്ല. അപ്പോൾ നമുക്ക് വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഫസ്റ്റത്തെ കേക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോണ്ടൻറ്റ് വർക്ക് കവർ ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നു. മേളിൽ നമ്മൾ വിപ്പിംഗ് ക്രീമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫോണ്ടൻ്റൊക്കെ നമ്മൾ ഇൻ ഹൗസ് പ്രിപ്പയർ ചെയ്യുന്ന ഫോണ്ടൻ്റാണ്. ഒരു മെൽറ്റിങ്ങോ ഡ്രിപ്പിങ്ങോ കാര്യങ്ങളില്ലാണ്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഫോണ്ടൻ്റാണ് കേട്ടോ. സെക്കൻഡ് ഡേ നമുക്ക് സെയിം എക്സാക്ട് മോഡൽ തന്നെയാണ്, ബട്ട് നമ്മൾ കുറച്ചും കൂടി ഡിഫറൻസ് വരുത്തിയിട്ട് കുറച്ച് എംബസറൊക്കെ നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഫസ്റ്റത്തെ കേക്കിനേക്കാളും കൂടുതൽ അധികം ഇഷ്ടപ്പെട്ടത് ഈ ഒരു കേക്കായിരുന്നു. നമുക്ക് ഒരുപാട് നല്ല റിപ്ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്കിന്. ഈ ഒരു കേക്ക് ഇത്രയും ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് നമ്മൾ ചെയ്ത് എടുക്കുന്ന ഫോണ്ടൻ്റ് തന്നെയാണ് കേട്ടോ. കാരണം വളരെ അഫോർഡബിൾ രീതിയിൽ നമുക്ക് ഇൻ ഹൗസ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമുക്ക് നല്ലോണം കേക്ക്സിലൊക്കെ കവർ ചെയ്യാനും നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഈ ഒരു കേക്കിൻ്റെ മേളിൽ വിപ്പിംഗ് ക്രീമാണ്, പക്ഷേ അതിൻ്റെ യാതൊരു പ്രോബ്ലം ആ ഒരു കേക്കിന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അഫോർഡബിൾ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് കസ്റ്റം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 കേക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഫോണ്ടൻ്റ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന മാസ്റ്റർ ക്ലാസ് നമുക്ക് വരുന്നുണ്ട്. മെയിൽ 25 and 26 ആണ് ഡേറ്റ് വരുന്നത്. ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദ കോമൻറ്റ് അറ്റ് വിച്ച് കേക്ക് യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.